ഫ്രാൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ നമ്മൾ ബിഗ് ബോസിൽ കണ്ട എപ്പിസോഡുകൾ വെച്ച് ഇന്നലെ നടന്ന എപ്പിസോഡ് വെറും ഒരു പോക്കിരിത്തരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ആര്യൻ്റെ വെറും ഒരു ആടിത്തരം അത് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അവൻ ആരാന്ന് അവൻ്റെ വിചാരം? അവൻ ലാലേട്ടനെ പറയാറായോ? അവൻ്റെ ഓവർ സ്മാർട്ട്നെസ് കളി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഒന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വെറുപ്പീരാണ് അവൻ. ഇതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡ് ഹൈലൈറ്റ്സും സോഷ്യൽ മീഡിയ റിയാക്ഷൻസും അതേപോലെ തന്നെ എവിക്ഷനും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എൻഡ് വരെ കണ്ടാലേ നിങ്ങൾക്ക് ഫുൾ പിക്ചർ മനസ്സിലാകത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെയും ബിഗസ്റ്റ് ഹൈലൈറ്റ് ആയി എടുത്തു കാണിച്ചത് ആര്യൻ്റെ ബിഹേവിയറാണ്. അവനിങ്ങനെ ഓരോ ദിവസവും ആൾക്കാരെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ അവിടുന്ന് എവിക്റ്റായി പോകുന്നു, ഒരു സംശയമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കണേ, ആ മനുഷ്യനെ അവൻ എങ്ങനെയാണ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്? അവൻ എത്രയായി? അവൻ എത്ര 21-22 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അവൻ്റെ 2 മടങ്ങ് വയസ്സുണ്ട് ആ പുള്ളിക്ക്. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കാണിച്ചൂടെ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവർക്കൊരു ടാസ്ക് കൊടുത്തു, ഓരോ ആൾക്കാർക്കും ഓരോ ഡിസേർവിങ് പേര് കൊടുക്കുക എന്നുള്ള രീതിയിൽ. ആ പേരുകൾ നമ്മൾ മുട്ടയായിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കണം ഫുള്ള്. പറയുന്നത് വരെ നമുക്ക് ആ മുട്ട ഊരി വെക്കാൻ പറ്റത്തില്ല. ഈ ലാലേട്ടൻ ഇതിൻ്റെ റൂൾസൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യൻ്റെ ഒരു 2-3 കൊണച്ച ചോദ്യമുണ്ട്. അത് കേട്ടാലേ മനസ്സിലാവും അവൻ ലാലേട്ടനെ ഊക്കാൻ പറയുന്നയാന്നൊക്കെ. ഓവർ സ്മാർട്ട്നെസ് കളിക്കുവാന്ന് മറ്റുള്ള ടീംമേറ്റ്സും എല്ലാവരും പറയുന്നുണ്ട്, ഇട മിണ്ടാണ്ടിരിടാന്നൊക്കെ. അവൻ എവിടെ? അവൻ്റെ ഓവർ സ്മാർട്ട്നെസ് കളിച്ചോണ്ടിരിക്കുവല്ലേ. ലാലേട്ടന് മനസ്സിലായെന്നേ അവൻ ലാലേട്ടനെ ഊക്കുവാന്ന്. ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു. പിന്നെ അറിയാലോ, ലാലേട്ടൻ ഒരു ഒരു മനുഷ്യനാ. അപ്പം അത് കാരണം പുള്ളി വലിയ മൈൻഡ് ആക്കാണ്ടങ്ങ് വിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കണം അവനെ എടുത്തിട്ട് കുടഞ്ഞേനെ. അതവന് വേണം. ടാസ്കിൽ അവൻ ആ ചെരുപ്പെടുത്ത അഭിലാഷൻ നേരെ എറിഞ്ഞ കാരണം അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം ലാലേട്ടൻ കൊടുത്തത് അടുത്ത വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ. സത്യം പറഞ്ഞാൽ അത് വളരെ ചെറുതായിപ്പോയി. കാരണം ഇവൻ അതിൽ കൂടുതൽ ഡിസേർവിങ് ആണ്. അവന് പട്ടിണി കിടണം അവിടെ സത്യം പറഞ്ഞാൽ. എന്തായാലും അടുത്ത വീക്ക് നോമിനേഷൻ വന്നില്ലേ, അവൻ ആ വീക്കിൽ തന്നെ പുറത്താവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇമ്മാതിരി പരിപാടി ലാലേട്ടനോടും കാണിച്ച് അവൻ ഓവർ സ്മാർട്ട്നെസ്സും കളിയൊക്കെ പ്രേക്ഷകർക്ക് പിടിക്കത്തില്ല. സോ അവൻ്റെ കാര്യം ഉടനെ തന്നെ തീരുമാനമാകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമുക്ക് അടുത്ത ഹൈലൈറ്റിലേക്ക് പോവാം. അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിക്ഷനാണ്. ഇന്നലെ അടുത്ത സരികയും കൂടെ പോയി. 2 സരികമാരും മിനിഞ്ഞാന്നും ഇന്നലെയായിട്ട് പുറത്ത് പോയി. പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഈ പുറത്ത് കാണുന്നതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഇൻ്റർവ്യൂ കാണുന്നതിൻ്റെ ആ ഒരു ചോർത്തൽപ്പ് മാത്രമേ ഉള്ളൂ. അകത്ത് വന്നിട്ട് പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവരങ്ങനെ അങ്ങ് പുറത്ത് പോയി. അവർ കയറുന്നതിന് മുന്നേ ഒക്കെ നമ്മളൊക്കെ ഓർത്തുകൊണ്ടിരുന്ന അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ അകത്ത് കയറി എല്ലാവരും ഇട്ട് പൊരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ പ്രഷർ പുറത്താക്കി. അങ്ങനെ ഈ വീക്കിൽ 2 സരികമാരും പോയി. അപ്പം അടുത്ത വീക്കിൽ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചുകൊണ്ട് ആര്യം പോവണം. അവനെ ആൾക്കാർ ചവിട്ടി താഴ്ത്തും, അത് ഉറപ്പാണ്. അവനും വേറെ ആരെയും ഉറപ്പായിട്ടും പോകും. നമുക്ക് അവൻ്റെ കാര്യം കണ്ടറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. പിന്നെ നടന്ന ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ പാട്ടായിരുന്നു. ആ പാട്ടെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എന്നെ രസമായിരുന്നു കേൾക്കാൻ. എല്ലാവരെയും ചെറുതായിട്ട് നോക്കിക്കൊണ്ടുള്ളൊരു പാട്ട്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി വരും. പുള്ളി ഒരു സിംഗറായിരുന്നെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഓരോരുത്തരെ വെച്ച് പാട്ടുണ്ടാക്കാൻ പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങ് അഡാപ്റ്റ് ആവും. നടന്ന എപ്പിസോഡിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം എല്ലാവരും ആ പാട്ടുകളൊക്കെ എൻജോയ് ചെയ്ത്, ആരും പേഴ്സണലായിട്ടൊന്നും എടുത്തില്ല. നല്ല രസമായിരുന്നു കേൾക്കാൻ. സോ ഇന്നലെ നടന്ന എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും അധികം ചെയ്തില്ല. ഇന്നലെ ലാലേട്ടൻ വന്ന് കുറേ പേര് പൊരിക്കും എന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. പുള്ളി ഒരു കാം മൈൻഡ് ആയിരുന്നു. ലാലേട്ടൻ ശരിക്കും ഒന്നൊരു ഫോമിൽ നിൽക്കുമായിരുന്നു കേട്ടല്ലോ. ആര്യനെ ഇട്ടങ്ങ് പൊരിച്ചേനെ. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. ആര്യൻ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ മുട്ടയെന്നോ, അത് ആരെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയത്തില്ല. ബിഗ് ബോസ് ആണോ അതോ ലാലേട്ടനെ ആണോ എന്നറിയത്തില്ല. എന്തായാലും അവൻ്റെ തോന്നിയാസമൊക്കെ അവൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ആര്യൻ ഏറെ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഫുള്ള് അവനെതിരായിട്ടുണ്ട്. എവിടെ നോക്കിയാലും ട്രോളും പുച്ഛവും എല്ലാം ഉണ്ട്. അവനൊന്ന് അടുത്ത ആഴ്ച പുറത്തോട്ട് ഇറങ്ങിക്കോട്ടെ, അവനെല്ലാം കണ്ട് അവൻ്റെ ആ തെറ്റ് അവന് മനസ്സിലാവും. എന്ത് തോന്നുന്നു ഫ്രണ്ട്സ്? അവൻ കാണിച്ചത് ശരിയാണോ അതോ ലാലേട്ടൻ്റെ ഭാഗത്താണോ തെറ്റ്? കമൻറ്റ് ചെയ്യുക.
ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ട്വിസ്റ്റുകളും ഫാസ്റ്റായി നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്. ബൈ.